നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ മനോഹരമായിട്ടുള്ള സന്ദർഭത്തിൽ കർത്താവിൻ്റെ വചനവുമായിട്ട് അല്പസമയം ചിലവഴിപ്പാൻ ദൈവം അനുവദിച്ചു തന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എത്തിച്ചേർന്നിട്ടുള്ള അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാർക്കും വിശേഷാൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്കും ഈ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുക്കുകയും ആ നിലയിൽ ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നാം മനസ്സിലാക്കുമ്പോൾ ഈ വചനം വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. ആ നിലയിൽ വളരെ ഭാഗ്യമേറിയ ഒരു പദവിയോടുകൂടെയാണ് ദൈവസന്നിധിയിൽ നാം എത്തിയിട്ടുള്ളത്. വിശേഷാൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിയ ജെയിംസ് ചാനം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ വിൽസൺ ബ്രദർ ഒരുമിച്ച് വിവിധ ശുശ്രൂഷകളിൽ ചുമൽ കൊടുക്കുന്ന ദൈവദാസനാണ്. അദ്ദേഹത്തെയും ഇവിടെ കാണുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഇവിടെ നടക്കുന്ന സ്നാന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ഇവിടെ ഞങ്ങൾക്കും എത്തിച്ചേരുവാനായിട്ട് ദൈവം സഹായിച്ചു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഒരു വിഷയം നമ്മൾ നോട്ടീസിൽ വായിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ഞാൻ ആ വാക്കുകളെ വായിച്ചപ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്ത, ഇന്ന് ഈ പഠനം നമ്മളിവിടെ നടക്കുമ്പോൾ റോമാലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് തന്നെയുള്ള ചില വാക്കുകൾ പരിചയപ്പെടുത്തി അത് ഒരു പഠനവിധേയമായിട്ട് അല്ലെങ്കിൽ ഒരു ചർച്ചാവിഷയമായിട്ട് മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ ആയിരിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. റോമാലേഖനം ധന്യനായിരിക്കുന്ന പൗലോസിൻ്റെ അതിമനോഹരമായിട്ടുള്ള ലേഖനങ്ങളിൽ ഈടുറ്റ ബൃഹത്തായ ഒരു ലേഖനമാണ് റോമാലേഖനം. ആ ലേഖനത്തെക്കുറിച്ചുള്ള വിശാലമായ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈ 12-ാം അധ്യായത്തിനകത്തും 13-ാം അധ്യായത്തിലും നിന്നുകൊണ്ട് വളരെ പ്രധാനമായിട്ട് പൗലോസ് ദൈവസഭയോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ നമുക്കൊരുമിച്ച് ചിന്തിച്ച് കടന്നു പോകാം എന്നാണ് ആഗ്രഹിക്കുന്നത്. പൗലോസിൻ്റെ ലേഖനങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, താൻ വളരെ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ നിലയിൽ അവതരിപ്പിച്ചിട്ട് അതിൻ്റെ പ്രായോഗികതയിലേക്ക് കടന്നു പോകുന്ന ഒരു രീതിയാണ് തൻ്റെ ലേഖനങ്ങളിൽ മിക്കവാറുമുള്ളത്. എഫ് എസ് ലേഖനം, കൊലോസ് ലേഖനം, അതുപോലെ ഈ റോമാലേഖനം, ഇനി സംശയങ്ങളൊന്നുമില്ല എബ്രായ ലേഖനം. അങ്ങനെ പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെ താൻ സാധാരണയായിട്ട് ചെയ്യുന്നൊരു കാര്യം, ഉപദേശപരമായ കാര്യങ്ങൾ നിശ്ചയമായിട്ട് പറഞ്ഞിട്ട് അതെങ്ങനെ പ്രായോഗികമായ തലത്തിലേക്ക് കൊണ്ടുവരാം, അതാണ് പൗലോസിൻ്റെ ഒരു രീതി. ഇന്ന് ഞാൻ ഇതിൻ്റെ എല്ലാ വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നേക്കാൾ വളരെ ശ്രേഷ്ഠനായ ദേവദാസൻ ഇവിടെ വന്നിട്ടുണ്ട്. എങ്കിലും എനിക്ക് ലഭിച്ച സമയത്തിനകത്ത് നിന്നുകൊണ്ട്
ഈ ഒരു അധ്യായത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം മാത്രം നടത്തി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കറിയാം, ഉപദേശവും അതിൻ്റെ പ്രായോഗികതയും സാധാരണയായിട്ട് നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ്, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ്, ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ്. ഒരു ദൈവദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞത് സയാമീസ് ഇരട്ടകളെ പോലെയാണ്, ഒരിക്കലും വേർതിരിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഉപദേശ നിശ്ചയം വളരെയുണ്ട്, പ്രായോഗികതയില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ആത്മീയ ഗോളം വന്ന് ഭവിച്ചിരിക്കുകയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാക്ക് ഞാൻ പലപ്പോഴും വായിച്ച് ഞാൻ നിരാശനായിട്ടുണ്ട്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ക്രൈസ്തവ സമൂഹത്തിൽ അദ്ദേഹത്തെ ഏറ്റവും ആകർഷിച്ച ഒരു വിഭാഗം ബ്രദറൻ അല്ലെങ്കിൽ വേർപെട്ട ബ്രദറൻ സമൂഹമാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഒരു ബ്രദറുകാരനെ കണ്ടെത്താൻ ഞാൻ വളരെ വിഷമിച്ചു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, അദ്ദേഹം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിൽ ആകൃഷ്ടനായി ഗിരിപ്രഭാഷണം തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിയതിൻ്റെ ഫലമാണ് തൻ്റെ ജീവിതത്തിലെ പല മേഖലകളിലും അദ്ദേഹത്തെ ഷൂ കൊണ്ട് ചെകിട്ടത്തടിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, വേദനിച്ചോ എന്ന്. എന്നാൽ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് അഭിമാനിക്കുന്ന ദൈവഭക്തന്മാരായ നമുക്ക് ഈ പ്രായോഗികതയിലേക്ക് വരുവാൻ എത്രമാത്രം കഴിഞ്ഞു എന്നുള്ളത് രാവിലെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ വാക്കുകളിലേക്ക്, ഈ അധ്യായത്തിലേക്ക് കടക്കാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നമുക്ക് ഉപദേശത്തെയും പ്രായോഗിക വശത്തെയും തമ്മിൽ നമുക്ക് ഒരിക്കലും വേർതിരിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് കാണാനിടയാകുന്നതാണ് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാരസംഗ്രഹം എന്ന് പറയുന്നത്. നാം എന്ത് വിശ്വസിക്കുന്നുവോ അത് നമ്മുടെ പ്രയോഗത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ വരിക. നമ്മൾ എന്ത് പഠിച്ചുവോ അത് നമ്മൾ മറ്റുള്ളവർക്ക് അത് വിഷ്വലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കാണത്തക്ക നിലയിൽ പ്രദർശിപ്പിക്കുക. അത് നമ്മുടെ വലിയൊരു അത്യാവശ്യമായ ഒരു കാര്യമാണ്. അല്ല എങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു വിളക്കിൽ തിരിയിട്ട് കൊണ്ടുവച്ചു, പക്ഷെ അതിൽ എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോ എണ്ണ ഒഴിക്കാത്ത ഒരു വിളക്കും അതിൻ്റെ തിരിയുമുണ്ട്, പക്ഷെ അതിൽ എണ്ണയില്ലാത്തിടത്തോളം കാലം പ്രയോജനമില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ. ഉപദേശം വളരെ സ്ട്രക്ചറലായിട്ട് നമുക്കുണ്ട്, പക്ഷേ അത് വേണ്ടതുപോലെ പ്രയോഗിക്കുവാൻ കഴിയുന്ന ആത്മീകമായ പ്രായോഗികതയിലേക്ക് നാം വരേണ്ടിയിരിക്കുന്നു. ഇനി ഈ 12-ാം അധ്യായത്തിൻ്റെ ഒരു വിഭജനം എന്ന് പറയുന്നത് 12-ാം അധ്യായം 13-ാം അധ്യായവും പൗലോസ് വളരെ ഗൗരവമായിട്ട് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ 12-13 അധ്യായങ്ങളിൽ റിലേഷണൽ തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ബന്ധങ്ങളുടെ ദൈവശാസ്ത്രമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ബന്ധങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ ഓരോരുത്തരും എങ്ങനെ കൊണ്ടു നടക്കണം, എന്തൊക്കെ ബന്ധങ്ങളെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് വന്നിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഒന്ന്, നിങ്ങളും അല്ലെങ്കിൽ ഞാനും ദൈവവും, റിലേഷൻഷിപ്പ് ടു ഗോഡ്, ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം, അത് നമുക്ക് അതിൻ്റെ 1 മുതൽ 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളും സഭയും തമ്മിലുള്ള ബന്ധം, നിങ്ങളും സഭയും, അതിൻ്റെ 4-ാമത്തെ വാക്യം, 4-5 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തത് നിങ്ങളും അഥവാ നിങ്ങളും നിങ്ങളുടെ ഭാവങ്ങളും, യു ആൻഡ് യുവർ വിൽ, നിങ്ങളും നിങ്ങളുടെ ഭാവങ്ങളും അത് എങ്ങനെയായിരിക്കണം, അത് 3-4 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി യു ആൻഡ് യുവർ മിനിസ്ട്രീസ്, നിങ്ങളും നിങ്ങളുടെ ശുശ്രൂഷകളും, അതെങ്ങനായിരിക്കണം, അതാണ് 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അടുത്ത
അടുത്തത്, നിങ്ങളും നിങ്ങളുടെ ശത്രുക്കളും, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആളുകൾ, നിങ്ങളുടെ ശത്രുക്കളും, അവരോട് എങ്ങനെ ആയിരിക്കണം ഇടപെടേണ്ടത്? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ എനിമി? നിങ്ങളും നിങ്ങളുടെ ശത്രുക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? അടുത്തത്, യു ആൻഡ് യുവർ സ്റ്റേറ്റ്. നിങ്ങളും നിങ്ങളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യവും അല്ലെങ്കിൽ നിങ്ങളുടെ നിയമ സംവിധാനങ്ങളുമായിട്ട് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടുന്ന ബന്ധം എന്താണ്? ഈ 7 കാര്യങ്ങൾ, നിങ്ങളും നിങ്ങളുടെ നികുതിയും, ടാക്സ്, അതും അങ്ങനെ 7 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒരു ആമുഖം എന്നുള്ള നിലയിൽ ഇതങ്ങ് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ആദ്യത്തെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. സഹോദരന്മാരെ, ആരെങ്കിലും എടുത്തിട്ടുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്ക് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗം ഈ ലോകത്തിന് അഴിവുമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവത്തിനും ഇന്നലെ മനസ്സ് ബുദ്ധി വിവാഹമുണ്ട്. മതി. ഇവിടെ ഇത് എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ച് പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. എത്രയോ പ്രാവശ്യം നമ്മൾ ഇത് വായിച്ച് പഠിച്ചു. എത്രയോ പ്രാവശ്യം നമ്മൾ ഇതിൽ നിന്ന് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നമ്മൾ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും സ്തോത്രം ചെയ്യുമ്പോഴും ആരാധനയ്ക്കും അല്ലാതെയും ഒക്കെ ഈ വാക്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ആ വാക്യങ്ങളിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ പൗലോസ് ആദ്യം കൊണ്ടുവരുന്ന ബന്ധം ഞാനും അല്ലെങ്കിൽ നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ആ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സലിവിൽ ആരംഭിച്ചിരിക്കുന്ന ബന്ധമാണ്. ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനമില്ലാത്തവരാണ്. ദൈവസന്നിധിയിലേക്ക് കടക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്തവരാണ്. ദൈവവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമുള്ളവരായിരുന്നില്ല. പക്ഷേ പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തോടുള്ള ബന്ധം. 10 കൽപ്പന കാണാതെ അറിയാവുന്ന എത്ര പേരുണ്ട്? പണ്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്ന പോലെ ആരും പറയല്ലേ. അച്ഛൻ ആദ്യം ചോദിച്ച കൽപ്പന എത്രയുണ്ടെന്നാ. ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഒട്ടും കുറയ്ക്കേണ്ട, ഒരു 55 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നോ അല്ല. അപ്പോൾ പുള്ളി വിചാരിച്ചു തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ 80 അല്ലെന്ന് പറഞ്ഞു. 100 അച്ഛൻ പറഞ്ഞു പോയി നീ പഠിച്ചു വേടാന്ന്. അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുത്തും കയറി വരുന്നു, എടാ കൽപ്പന എത്രയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ 10 പറഞ്ഞു. ചെല്ല, ഞാൻ 100 വരെ പറഞ്ഞേച്ച് എന്നെ അങ്ങേര് ആട്ടി പുറത്താക്കി വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് നീ അങ്ങ് ചെല്ലാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ 10 കൽപ്പന നമ്മളൊന്ന് പഠിച്ചാൽ, ഈ 10 കൽപ്പനയുടെ ആദ്യം എന്താ? 1, ദൈവത്തോടുള്ള നമ്മുടെ our attitude towards God. ദൈവത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണ് എന്ന് അവിടെ വെളിപ്പെടുത്തിയിരിക്കുക ആദ്യത്തെ ഭാഗം. 2ാമത് കൽപ്പന നമ്മൾ വായിക്കുന്നത് നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. മനുഷ്യരോടും നമ്മുടെ ഉത്തരവാദിത്തങ്ങളോടും ഉള്ള ബന്ധത്തിലാണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നീതിയിലേക്ക് ഇറങ്ങി വരിക. ആദ്യം ആ കൽപ്പന നമ്മൾ പഠിക്കുമ്പോൾ, നിനക്ക് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, ഞാൻ മാത്രമാണ് ദൈവം എന്ന് വെളിപ്പെടുത്തുക. ഇവിടെ പൗലോസ് അതേ സ്ട്രാറ്റജിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതേ കാര്യം ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസ് പറയുക, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സലിവാണ്. ദൈവത്തിൻ്റെ മനസ്സലിവ് മാറ്റിവെച്ചാൽ എനിക്കും ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവത്തിൻ്റെ കൃപ മാറ്റിവെച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാനുള്ള ഒരു യോഗ്യതയുമില്ല. ദൈവത്തിൻ്റെ മനസ്സലിവ് മാറ്റിവെച്ചാൽ എനിക്ക് ഈ ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കാനുള്ള യോഗ്യത പോലുമില്ല. ദൈവത്തിൻ്റെ മനസ്സലിവ് മാറ്റിവെച്ചാൽ ഞാനും നിങ്ങളും ആയിരിക്കുന്ന പദവി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ലഭിക്കാവുന്നതല്ല. നമുക്കതിൻ്റെ ആഴവും അതിൻ്റെ വലിപ്പവും എത്രയാണെന്ന് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ ആ മനസ്സലിവ്. അതുകൊണ്ടാണ് പൗലോസ് ഈ വാക്ക് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സലിവുള്ള പിതാവ്. അപ്പൊ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് മനസ്സലിവുള്ള ഒരു ദൈവം, അവരിൽ ദൈവം മനസ്സലിഞ്ഞു. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കലേക്ക് നാം വരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ മനസ്സലിവിൽ കിടക്കുക. കർത്താവായ യേശുക്രിസ്തു എന്ന തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് തന്നിട്ട് എത്ര മാത്രം നമുക്ക് ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇതിന്റെ ആഴത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും? ഞാൻ ചോദിക്കട്ടെ, നമുക്കൊക്കെ മക്കളുള്ളവരാ. ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർക്കും മാതാക്കൾക്കും അറിയാം, നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം തരാമെന്ന് വെച്ചാലും നമ്മുടെ ഒരു കുഞ്ഞിനെ ഒരു മനസ്സലിവിന്റെ പേരില്, ഒരു സ്നേഹത്തിന്റെ പേരില് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകത്തില്ല. ഈ ലോകം മുഴുവൻ കൊടുക്കേണ്ടി വന്നാലും നാം നമ്മുടെ കുഞ്ഞിനെ നമ്മോട് ചേർത്ത് പിടിക്കും. അതാണ് ആ വലിയ ബന്ധത്തിന്റെ ആഴം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഒന്ന് നോക്കിയേ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിക്കുകയാണ്. ഈ ദൈവം ആരാണെന്ന് 11ന്റെ അവസാനം പറഞ്ഞു വെച്ചിട്ട്, ദൈവം അവന് മന്ത്രിയായിരുന്നവൻ ആര് എന്നൊക്കെ പറഞ്ഞ അത്ര ഉന്നതനായ ദൈവം, ആ മനസ്സലിവിനാൽ നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നിരിക്കുക. അപ്പൊ അതുകൊണ്ട് ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട്? അപ്പോ ഒരാള് വിവേകാനന്ദ പാറയിൽ സൈലന്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കാൻ നമുക്കൊരവസരം കിട്ടിയാൽ ചറ പറന്ന് വർത്താനവും പറഞ്ഞ് ചാടി വീഴുവോ? ഇവിടുത്തെ കൃഷിക്കാരെ അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജികളൊക്കെ കണ്ടുപിടിക്കുന്നവരെ സാധാരണ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഒരു കോഫിക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്, ഒരു ഡിന്നറിനൊക്കെ ക്ഷണിക്കാറുണ്ട്. അങ്ങനെ നിങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചെന്ന് വെക്കുക, ഈ തൂക്കുപാലത്തുനിന്നോ പുറ്റടിയെന്നോ നെടുങ്കണ്ടത്തുനിന്നോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും അങ്ങ് ക്ഷണിച്ചെന്ന് വെക്കുക, നമ്മൾ എങ്ങനെയാ ചെന്ന് പറയാൻ പോകുന്നത്? നമ്മൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ എങ്ങനെയായിരിക്കും അവിടെ ചെന്നൊന്ന് ഇടപെടാൻ പോകുന്നത്? അദ്ദേഹം നമ്മളോട് കാണിച്ച ആ സ്നേഹത്തിന്, ആ ആർദ്രതയ്ക്ക്, ആ മനസ്സലിവിന് നമ്മൾ എത്ര റെവറൻഷ്യലായിട്ട് ചെന്ന് അദ്ദേഹത്തിന്റെ മുൻപിൽ ഇരിക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടാലും ഓച്ചാനിച്ച് അവിടെ ഇരുന്ന് അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് ഇടപെട്ടാലും വളരെ കുറച്ച് വാക്കുകളിലൂടെ സംസാരിച്ച് എത്ര സ്നേഹം പ്രകടിപ്പിച്ചാലും ഔപചാരികമായ സ്നേഹപ്രകടനങ്ങളല്ലാതെ മറ്റൊന്നും കാണിക്കാതെ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചാണ് നമ്മൾ ഇടപെടാറുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കൽ നമുക്ക് പ്രവേശനം ലഭിച്ചപ്പോ ഇവിടെ പൗലോസ് പറയുക, ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. അടുത്തത് ദൈവവും നിങ്ങളും. രണ്ടാമത്തെ നമ്മുടെ ചിന്താവിഷയം, നിങ്ങളും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും. അപ്പോ നിങ്ങൾ, പിന്നെ യു ആൻഡ് യുവർ മൈൻഡ്, യുവർ ബോഡി ആൻഡ് യുവർ വിൽ. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരം, ഇത് എങ്ങനെ ദൈവസന്നിധിയിലായിരിക്കണം? ഒരാൾക്ക് വിശ്വാസി എന്ന് പറഞ്ഞു നടക്കാനൊക്കെ എളുപ്പമാണ്. ഞാൻ ആരാ? ഞാൻ വിശ്വാസിയാണ്. അങ്ങനെ പറഞ്ഞ് നടക്കാൻ എളുപ്പമാണ്. മറ്റുള്ള ആളുകൾ നമ്മളെ കാണുമ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്ന എന്താ, ആളൊരു വിശ്വാസിയാണ്. അപ്പൊ ഈ ലോകത്തിലുള്ളവരൊക്കെ വിശ്വാസികളല്ലേ? ആന്നും അന്ധവിശ്വാസികളുണ്ട്, ബഹുദൈവ വിശ്വാസികളുണ്ട്, പിന്നെ ഏകദൈവ വിശ്വാസികളുണ്ട്, ഇനി ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. എല്ലാറ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ബേസിക് ഫൗണ്ടേഷൻ ഈസ് ഫെയ്ത്ത്. എല്ലാറ്റിന്റെ അവസാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ വിശ്വാസി എന്ന് പറഞ്ഞ് കളിയാക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. കാരണം ഈ പറയുന്ന ആൾക്കാരെല്ലാം എന്ത് തന്നെയാണ്? വിശ്വാസികൾ തന്നെയാണ്. ഒന്നല്ലെങ്കിൽ ഒന്ന്. നിരീശ്വരവാദവും എന്താണ്? ഒരു വിശ്വാസമാണ്. അപ്പോ അതിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. നിങ്ങളും നിങ്ങളുടെ ഭാവവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇനി ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ഇവിടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസ് പറയുന്നത്? രണ്ടാമത്തെ ഭാഗം, നിങ്ങളും നിങ്ങളുടെ ഭാവങ്ങളും നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. അപ്പൊ അത് ഒരു സമർപ്പണത്തിന്റെ ആഹ്വാനമാണ്. എന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടത്? ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ ഗീവ് യുവർ ബോഡി 12:1 നമുക്ക് കാണാൻ സാധിക്കും. ഗീവ് യുവർ മൈൻഡ് 12:2 നമുക്ക് കാണാൻ സാധിക്കും. ഗീവ് യുവർ വിൽ, അത് നമ്മൾ 12:2 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ, പിന്നെ നിങ്ങളുടെ
ശരീരം, പിന്നെ നിങ്ങളുടെ മനസ്സ്. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ എങ്ങനായിരിക്കുന്നു? വിശ്വാസിയാണെന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ നിങ്ങൾ ദൈവസന്നിധിയിൽ എങ്ങനെയാണ്? ബാക്കിയുള്ള എല്ലാവരും മാറ്റിവെക്ക്, ബാക്കിയുള്ള സകല മനുഷ്യരെ മറന്നേ. ഇവിടെ ഇരിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ മറന്നിട്ട് നിങ്ങളും നിങ്ങളുടെ ദൈവവും തമ്മിൽ മാത്രം ഒരു നിമിഷം നിന്നേ. എന്നിട്ട് പറ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ വേറെ എല്ലാവരും മറക്കുക. ഈ ഹോളും ഇവിടെ നടക്കുന്ന യോഗവും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് മറന്നു കളഞ്ഞ്, എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ ദൈവവും, അഥവാ ഞാനും എൻ്റെ ദൈവവും, ഈ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധവും നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധവും എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാൻ ഇന്ന് രാവിലെ സമയം ദൈവം ഇടയാക്കട്ടെ. ഈ ക്ലാസ്സുകളിലൂടെ ദൈവം അങ്ങനെ സാധിപ്പിച്ചെങ്കിൽ എത്ര അനുഗ്രഹമാണ്. അപ്പോ നിങ്ങളുടെ ശരീരം, രണ്ടാമത്തെ കാര്യം, നിങ്ങളെ തന്നെ ദൈവത്തിന് കൊടുത്തതാണ്. എന്നാ കൊടുത്തത്? നിങ്ങളെ കൊടുത്തത് ദൈവത്തിന് കൊടുത്തതെന്നാ? രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന് കൊടുത്തു. അന്ന് ദൈവം ഒരു കാര്യം കൂടെ ചെയ്തായിരുന്നു. ദൈവം നിങ്ങളെ വിലയ്ക്ക് മേടിക്കുകയും ചെയ്തായിരുന്നു. റോമാലേഖനം 6 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയപ്പെട്ടവരാ. അപ്പൊ ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങൾ ദൈവത്തിന് കൊടുത്തു, ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആരുടെ അല്ല? നിങ്ങളുടെ അല്ല. നിങ്ങൾ നിങ്ങളുടെ വക അല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടോണം. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഞാൻ എൻ്റെ വകയല്ല. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ ആണ്, നിങ്ങൾ ദൈവത്തിന് കൊടുത്തവരാണെങ്കിൽ ദൈവത്തിന്റെ കാര്യത്തിനല്ലാതെ നിങ്ങളെ എടുത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിന് പറയേണ്ട പേരെന്താ? എന്റെ സമ്മതം കൂടാതെ എന്റെ വസ്തുവകകൾ, എന്റെ ഉടമസ്ഥതയിലുള്ള സാധനങ്ങൾ അന്യനായ ഒരാൾ എടുത്ത് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ സമ്മതം കൂടാതെ ഒരാൾ എന്റെ പേഴ്സ് എടുത്തോണ്ട് പോയാൽ, എന്റെ സമ്മതം കൂടാതെ ഒരാൾ എന്റെ വീട് കവർന്നു പോയാൽ, എന്റെ സമ്മതം കൂടാതെ എനിക്കുള്ളത് എന്തെങ്കിലും ഒരാൾ എടുത്തോണ്ട് പോയാൽ അതിന് പറയുന്ന പേരെന്താ? മനോഹരമായൊരു പേരുണ്ട്. എന്താ? മോഷണം അല്ലേ? കള്ളൻ, അല്ലെങ്കിൽ കള്ളിന്ന് ഞാൻ വിളിക്കാനുള്ള ഇവരെ ഭൂരിപക്ഷം, അതുകൊണ്ട് ഇവരെ വിളിച്ച് എനിക്ക് പോകണ്ട വീട്ടില്. അതുകൊണ്ട് കള്ളൻ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് കൊടുത്തവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ പരിഹസിച്ചുകൂടാ. ദൈവത്തിന് നിങ്ങൾ കൊടുത്തവരാണെങ്കിൽ ദൈവത്തിന്റെ സമ്മതം കൂടാതെ നിങ്ങൾ എന്തൊക്കെ എടുത്ത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ശരീരമാകാം, നിങ്ങളുടെ പണമാകാം, നിങ്ങളുടെ മനസ്സാകാം, നിങ്ങളുടെ ബുദ്ധിയാകാം, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് കാര്യവുമാകാം, അത് ദൈവത്തിന്റെ പെർമിഷൻ കൂടാതെയാണ് നിങ്ങൾ എടുത്തതെങ്കിൽ ദൈവത്തിന്റെ മുൻപാകെ ഞാനും നിങ്ങളും ആരാണ്? കള്ളന്മാരാ, കുറ്റക്കാരാ. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ദൈവത്തിന് കൊടുത്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ദൈവത്തിന് കൊടുത്തിരിക്കുന്നു. രണ്ട് പൗലോസ് പറയാ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലിവിങ് സാക്രിഫൈസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, അത് നമ്മൾ എത്രയോ വട്ടം അത് പഠിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ 2 പേരെ വേദപുസ്തകത്തിൽ നമ്മൾ ലിവിങ് സാക്രിഫൈസ് ആയിട്ട് കാണുന്നുണ്ട്. അത് മാത്രം അറിയാമല്ലോ. അതാരൊക്കെയാ? 2 വ്യക്തിത്വങ്ങളെ ലിവിങ് സാക്രിഫൈസ് ആയിട്ട് കാണുന്നുണ്ട്. 2 പേര്. ആരാ? പൗലോസ് ഒരു മഹാപണ്ഡിതനാന്ന് ഓർക്കണം. അദ്ദേഹം ഈ ആരാധനയുള്ള ബന്ധത്തിൽ അതൊന്നും പറയാൻ നമുക്ക് സമയമില്ലല്ലോ. ആരാധനയുള്ള ബന്ധത്തിൽ കയറി വരുമ്പോൾ ഓർക്കണം, എന്ത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവന വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. അപ്പൊ ഇവിടുത്തെ യാഗം ഒന്ന് നോക്കി, യഹൂദന്മാരുടെ ഇടയിലേക്ക് നോക്കിയാൽ വരുന്ന ഓരോ ആരാധകനും എന്തും കൊണ്ട് വരാനൊക്കത്തുള്ളൂ? യാഗവസ്തുവുമായിട്ട്. യാഗം വെറും കയ്യായി നിങ്ങളെ യഹോവയുടെ ആലയത്തിലേക്ക് എന്ത് ചെയ്യരുത്? ചുമ്മാ അങ്ങ് ചാടി എടുത്ത്. പുതിയ നിയമവിശ്വാസികൾക്ക് ഒരു കാര്യം എടുത്താൽ മതി. എന്താണ്? ഇപ്പൊ അതുമില്ല. ഇപ്പൊ കമ്പ്യൂട്ടറും ഫോണും ഒക്കെ ഉള്ളതുകൊണ്ട് വേദപുസ്തകം പോലും എടുക്കാതെ പോരുന്ന പാർട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പഴയ നിയമകാലത്ത് അങ്ങനല്ല, യാഗാധിഷ്ഠിതമാണ്. ഇനി വിജാതീയരായ ആളുകളുടെ ആരാധനയോ അവിടെയും യാഗങ്ങളാണ്. അപ്പൊ യാഗങ്ങൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുക,
അതല്ല, ദാറ്റ് ഈസ് നോട്ട് ദ വേ വി. ആ വഴിയിലൂടെ അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരേണ്ടത്. ബട്ട് അനദർ വേ, മറ്റൊരു വഴിയുണ്ട്. ദാറ്റ് യു ഹാവ് ടു ഗീവ് എ ലിവിങ് സാക്രിഫൈസ്. നിങ്ങൾ ദൈവത്തിന് ജീവനുള്ള യാഗം കഴിക്കണം. അപ്പോ ഈ ഒരു ചിന്തിക്കുന്ന റോമിലുള്ളവരുടെ ഒരു പ്രത്യേകതയുണ്ട്. റോമക്കാർ കുറച്ചുകൂടെ വിദ്യാഭ്യാസമുള്ള ഒരു അക്കാലത്ത്. ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത് റോമൻ പ്രോവിൻസിലെ സഭ എന്നൊക്കെ പറയുന്നത് ഇന്റലക്ച്വലി അവർ വളരെ മെച്ചമാണ്. അപ്പൊ അവരോട് പറയുകയാണ്, അവരുടെ അതേ സ്റ്റാറ്റസിൽ നിന്നോട്ടാ പൗലോസ് പറയുന്നത്, ലിവിങ് സാക്രിഫൈസ്, നിങ്ങൾ ജീവനുള്ള യാഗം കഴിക്കണം. അപ്പൊ ജീവനുള്ള യാഗം ഏതാണ്? പൗലോസിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ദേ നോ ദാറ്റ്. ഏതാത്? ഒന്ന് ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു അല്ലേ? എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. പക്ഷെ അർപ്പിച്ചോ? ഇല്ല. യാഗപീഠത്തിൽ കിടന്നു ഇല്ലേ? യാഗപീഠത്തിൽ കിടന്നു, മുറിക്കപ്പെട്ടില്ല, ദഹിച്ചില്ല. പക്ഷേ ആ യാഗത്തെ ദൈവത്തിന്റെ വചനം കാണുന്നത് എന്തായിട്ടാ? എ ലിവിങ് സാക്രിഫൈസ്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു യാഗം കൂടെ നടന്നു. ഏതത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗം. യേശുക്രിസ്തുവിന്റെ യാഗം കഴിഞ്ഞു. പക്ഷേ യേശുക്രിസ്തു ഈസ് സ്റ്റിൽ ഇൻ ദ ത്രോൺ. അവൻ നമ്മുടെ അഡ്വക്കേറ്റ് ആയിട്ട്, നമ്മുടെ പാരക്ലീറ്റോസ് ആയിട്ട് ഇന്നും കർത്താവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഇത് ചെയ്യുക. അപ്പോ സ്വർഗത്തിലെ ദൈവം രണ്ട് യാഗങ്ങൾ ദൈവം നമ്മുടെ മുൻപിൽ കാണിക്കുക. ദൈവത്തിലെ വചനം ഒന്ന് ഇസ്ഹാക്കിന്റെ യാഗം, രണ്ട് കർത്താവിന്റെ യാഗം, ലിവിങ് സാക്രിഫൈസ്. രണ്ടുപേരും അർപ്പിച്ചു, എന്നാൽ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും അർപ്പിക്കുകയും ജീവിക്കുകയും ചെയ്യണം. അതിനെന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരങ്ങളെ എന്ത് ചെയ്തേ പറ്റൂ? ദൈവത്തിന് കൊടുത്തേ പറ്റത്തുള്ളൂ. ആട്ടെ, ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ ശരീരങ്ങൾ എവിടാ? പലപ്പോഴും നമ്മൾ യോഗത്തിനിരിക്കുമ്പോൾ പോലും നമ്മുടെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. മനസ്സോ? ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഒരു സംഗതിയുണ്ട്. എന്താ അത്? മനസ്സ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എവിടെ പോവാം? ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇഷ്ടമുള്ളിടത്തൊക്കെ പോയിട്ട് തിരിച്ചു വരാം. ഒരു മനുഷ്യൻ പോലും എന്ത് ചെയ്യല, അറിയത്ത് പോലും ഇല്ല. ചിലപ്പോഴൊക്കെ ഈ ആരാധന യോഗത്തിന് മയങ്ങി വീഴുന്ന ആളുകൾ എഴുന്നേൽക്കുമ്പോൾ മയങ്ങി വീണ് എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താ പറയാ? അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താന്നാ വിചാരിക്കുന്നത്? ധ്യാനിച്ച് സ്തോത്രം ചെയ്ത് ഇരിക്കുകയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. വാസ്തവത്തിൽ അങ്ങനല്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവത്തിന് നമ്മുടെ ശരീരങ്ങളെ കൊടുക്കണം. ഇനി ഞാൻ അതിലേക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ ശരീരത്തെ കൊടുക്കുവാനുള്ള കാരണം എന്താ? ഈ ശരീരം എന്ന് പറയുന്നത്, നമ്മൾ ഒരു വാക്യം റോമാലേഖനത്തിൽ തന്നെയുള്ള ഒരു വാക്യം എടുത്ത് വായിക്കാം. 7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. 7:24. ഈ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. കാരണം അത്രയും റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താ അത്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. രണ്ടർത്ഥങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് താനറ്റോസ്, മരണം അല്ലെങ്കിൽ ശവശരീരം എന്നുള്ള വാക്കാണ്. ഈ ശവശരീരത്തിന് അല്ലെങ്കിൽ ഈ മരണത്തിന്, ഈ നാശത്തിന് യോഗ്യമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പൗലോസിന്റെ ഒരു ചോദ്യമാണ്. എന്നാൽ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥം അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല. എന്നാൽ കാർത്തേജിയൻസിന്റെ കാലത്തും പിന്നീട് റോമാക്കാരുടെ കാലത്തും ഉണ്ടായിരുന്ന ഒരു ശിക്ഷാ നടപടി, വളരെ റെയർ ആയിട്ടുള്ള ഒരു ശിക്ഷാ നടപടി വായിച്ചാലാണ് ഈ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഏറ്റവും മോശക്കാരനായ ഒരു കുറ്റവാളിയെ, ഏറ്റവും ഭയങ്കരനായ ഒരു കുറ്റവാളിയെ, ഏറ്റവും കഷ്ടതയിൽ അവനെ എക്സിക്യൂട്ട് ചെയ്യുന്ന വിധം എന്ന് പറയുന്നത്, ആ മനുഷ്യനെയും ഒരു ശവശരീരവുമായിട്ട് ചേർത്തങ്ങ് ബന്ധിക്കും. ഒരു കൈകൾ കാലുകളായിട്ട് ശരീരം ചേർത്ത് ബന്ധിച്ചിട്ട് ഒരു ഇരുട്ടറയിൽ അടയ്ക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ശവശരീരം അതുമായിട്ട് ബന്ധിക്കപ്പെട്ട് ഒരു ഇരുട്ടറയിൽ അങ്ങ് അടച്ച് അവിടെ ഇട്ടിരിക്കുക. എങ്ങനെ ഉണ്ടായിരിക്കും നാറ്റം? നാറ്റം വല്ലതും ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റ ദിവസം ഒരു ശവശരീരത്തിന്റെ കൂടെ ഒരു ഇരുട്ടറയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു കല്ലറ പോലത്തെ ഒരു ഇതിനകത്ത് നമ്മളൊന്ന് അകപ്പെട്ടു പോയാലത്തെ സ്ഥിതി ചിന്തിച്ചു നോക്കിയേ.
അങ്ങനെ ഒന്ന് ചിന്തിച്ച് പിറ്റേ ദിവസം രാവിലെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നേരം വെളുക്കുന്ന അറിയുന്നില്ല, രാത്രിയാകുന്ന അറിയുന്നില്ല. ഈ മനുഷ്യനും ഒരു മരണത്തിലേക്ക് വീഴുന്നിടം വരെ ഈ ശവശരീരവുമായിട്ട് ചേർന്ന് അഴുകി ആ ദിവസങ്ങൾ കൊണ്ട് ഈ മനുഷ്യൻ മരിക്കുന്ന ഒരു വളരെ റെയറായിട്ടുള്ള ഒരു ശിക്ഷാ രീതി അന്ന് നിലവിലുണ്ടായിരുന്നു. പൗലോസ് ഒരുപക്ഷെ അതും കൂടെ ഓർപ്പിച്ചുകൊണ്ടായിരിക്കും പറഞ്ഞത്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അത്രയും ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള, അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള, അത്രയും ദോഷകരമായിട്ടുള്ള, അത്രയും വെറുക്കപ്പെടുന്ന രീതിയിലുള്ള ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ വെച്ച് കെട്ടപ്പെട്ട സ്ഥിതിയുള്ള ഈ പാപത്താൽ നശിച്ചു പോയ എന്നെ, ഈ മരണത്തിന് വിധിക്കപ്പെട്ട എന്നെ ആർ വിടുവിക്കും? അങ്ങനെ വിടുവിക്കുവാൻ ഒരുത്തനുണ്ടായി. അതാണ് നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അപ്പൊ നിങ്ങളെ സ്വർഗത്തിലെ ദൈവം ചെയ്തിരിക്കുക, വിലയ്ക്ക് വാങ്ങിയിരിക്കുക. 1 കൊരിന്ത്യർ 6:19-20 അവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ താന്താങ്ങൾക്ക് ഉള്ളവരല്ല. അപ്പൊ അതുകൊണ്ട് ഈ ശരീരം അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരാളാ, അതുപോലൊരു മരണവക്രത്തിൽ നിന്ന്, മരണപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സ്നേഹിച്ച് രക്ഷിച്ച ഒരാള് നമ്മുടെ കർത്താവ്, ആ കർത്താവിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കേണ്ടത്. ഇനി ഞാൻ ചോദിക്കട്ടെ, കണ്ണ് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ കണ്ണുകളോടൊരു നിയമം ചെയ്തിരിക്കുന്നു, ഒരു വ്യാജ കാര്യം എൻ്റെ കണ്ണിന് മുൻപിൽ വെക്കുകയില്ല. പക്ഷെ ഇന്ന് അത് വന്ന് ഇന്ന് ഈ കണ്ണിന്റെ മുൻപിൽ എന്നൊക്കെ വരുന്നത്? ലോകം മുഴുവനും 5 ഇഞ്ചുള്ള ചെറിയൊരു സ്ക്രീനിൽ നമുക്ക് മുൻപിൽ എന്ത് ചെയ്തിരിക്കുക? തുറന്നു വെച്ചിരിക്കുക. കണ്ണുകളുമായിട്ട് നമുക്ക് നിയമമുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുമോ? നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം, നമ്മുടെ അവയവങ്ങൾ, പ്രിയപ്പെട്ടവരെ, എത്രയോ വാക്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. വിലയ്ക്ക് വാങ്ങിയ ഈ ശരീരം, ദൈവം തന്റെ സ്വന്തം പുത്രനെ കൊടുത്തു വാങ്ങിയ ഈ ശരീരം, ഇത് ദൈവത്തിനുള്ളതായിരിക്കണം. അല്ല എങ്കിൽ നാം കുറ്റക്കാരാണ്. മോഷണം മുതൽ കയ്യിൽ നിന്ന് പിടിക്കാൻ പാടില്ല. ഈ മോഷണം മുതൽ കയ്യിൽ നിന്ന് പിടിച്ചാൽ, സാധാരണ മോഷ്ടിച്ച സാധനങ്ങൾ ഏതെങ്കിലും കടയിൽ കൊണ്ട് വിറ്റാൽ പോലീസ് അവിടെ ചെന്ന കടക്കാരുടെ കയ്യിൽ നിന്ന്, അയാൾ മോഷ്ടിച്ചൊന്നുമല്ല, പക്ഷെ സാധനം അവിടെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? അത് റിക്കവർ ചെയ്യും. ഇതുപോലെ തന്നെ നാം ദൈവത്തെ മറന്ന്, വചനത്തെ മറന്ന്, ദൈവ വ്യവസ്ഥകളെ മറന്ന്, നമ്മുടെ ശരീരം കൊണ്ട് എടുത്ത് പ്രയോഗിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ദൈവസന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സമാധാനം പറയേണ്ടി വരും. ദൈവസന്നിധിയിൽ നമ്മൾ കൃത്യമായിട്ട് അതിന്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതുകൊണ്ട് റോമാലേഖനം 8:13 നമ്മൾ വായിച്ചാൽ, 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ എന്ത് ചെയ്യണം? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. എന്നാൽ നിങ്ങൾ ജീവിക്കും. മരിക്കുമ്പോൾ ജീവിക്കും. ജീവിച്ചാൽ എന്ത് ചെയ്യും? മരിക്കും. എന്നാൽ നിങ്ങൾ ആത്മാവിന്റെ പ്രവർത്തികളാൽ നിങ്ങളുടെ ശരീരങ്ങളെ മരിപ്പിക്കുമ്പോൾ നിങ്ങൾ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം ചത്തിട്ടുണ്ടോ? ഇന്ന് ചിലരെ കുഴിച്ചിടാൻ പോവുക. നമ്മൾ കുറെ പേരെ കുഴിച്ചിട്ടിട്ടേ നമ്മൾ പോവും. ഇന്ന് ചിലരെ കുഴിച്ചിടാൻ പോവുക. ഒരു പുള്ളി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവസഭയിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പുള്ളി 4 എണ്ണം അങ്ങ് പറഞ്ഞ്. അപ്പോൾ പുള്ളിയോട് ഉപദേശി പുറത്തേക്ക് കൊണ്ടുപോയി ചോദിച്ചു, എന്തുവായി പറഞ്ഞ്? രക്ഷിക്കപ്പെട്ട ആളല്ലേ, ഇതൊക്കെ പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് വെള്ളം വായിക്കൊള്ളാൻ മറന്നുപോയെന്ന്. സ്നാനപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചില്ല? വെള്ളം വായിക്കൊണ്ടിരുന്നെങ്കിൽ അങ്ങനെ വരത്തില്ലായിരുന്നു. അപ്പൊ അന്ന് പുള്ളി വെള്ളം വായിക്കൊണ്ടില്ല എന്നാ. അങ്ങനെയല്ല, നമ്മുടെ ശരീരങ്ങളെ മരിപ്പിക്കുക.
റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ ഇങ്ങോട്ട് വായിച്ചാൽ നാം നമ്മുടെ അവയവങ്ങളെ, 7-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മൾ മരിപ്പിക്കണം. നമ്മുടെ കണ്ണുകളുമായിട്ടൊരു നിയമം, എൻ്റെ ഹൃദയം, ആ ഹൃദയവുമായിട്ടൊരു നിയമം, എൻ്റെ കൈകളുമായിട്ടൊരു നിയമം, എൻ്റെ കാലുകളുമായിട്ടൊരു നിയമം, എൻ്റെ ശരീരവുമായിട്ടൊരു നിയമം, എൻ്റെ ബുദ്ധിയുമായിട്ടൊരു നിയമം. അതെ, പൗലോസ് പറയാ, ദൈവത്തിന് വിരോധമായി ഉയരുന്ന ഏത് സങ്കല്പത്തെയും എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ അനുസരണത്തിൽ പിടിച്ചടക്കണം. സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? വലിയ പ്രയാസം പിടിച്ചൊരു കാര്യമാണ്. എന്നാൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ, കർത്താവിന്റെ വചനം പറയുക, നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കണം. ഈ ശരീരത്തിന്റെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായിട്ട് മാറ്റരുത് എന്ന് നമ്മൾ വായിക്കുക. 6:12 നമ്മൾ വായിച്ചാൽ 6:12 റോമാലേഖനം 6:12. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ അവയവങ്ങളെ ആയുധങ്ങളായി, അനീതിയുടെ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കരുത്. അത് മരിച്ചതായിട്ട് കണക്കാക്കണം. ഞാൻ ചോദിക്കട്ടെ, മരിച്ച ഒരാൾക്ക് TV വെച്ചു കൊടുത്താൽ, മോർച്ചറിയിൽ കൊണ്ടുവന്ന് വെക്കാൻ നേരത്തെ ഒരു മൊബൈൽ ഓൺ ചെയ്ത് 2 യൂട്യൂബ് ചാനലും കൂടെ ഇട്ട് കൊടുത്താണോ വെച്ചിട്ട് പോരുന്നത്? അല്ല. കാരണം ഒരു കാര്യവും ഇല്ല. പട്ടിണി കിടന്ന് മരിച്ചവൻ അതുകൊണ്ട് പുള്ളി മരിക്കുക, ഒരു 2 മട്ടൻ ബിരിയാണിയും കൂടെ കയറ്റി വെച്ചേക്കാന്ന് വെച്ചാൽ പ്രയോജനമുണ്ടോ? അപ്പൊ നമ്മൾ മരിച്ചവരാണ്. ഈ ലോകത്തിന് പാപം സംബന്ധിച്ച് നമ്മൾ മരിച്ചവരാണ്. നമ്മുടെ അനീതിയുടെ ആയുധങ്ങളായിട്ട് നമ്മുടെ ശരീരത്തെ, നമ്മുടെ അവയവങ്ങളെ മാറ്റുവാനായിട്ട് പാടില്ല. അടുത്തത് ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുക. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അതെ, ഒരു 20 വായിക്കാം. പൂർണ്ണ ധൈര്യമുണ്ട്. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അപ്പൊ എൻ്റെ ശരീരം ജീവിച്ചാലും ഞാൻ മരിച്ചാലും എൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ നാമം എന്ത് ചെയ്യണം? മഹത്വപ്പെടണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ സഹിക്കുന്നത്. എല്ലാം ക്രിസ്തു നിമിത്തം എന്ന് ചിന്തിച്ചാൽ, എല്ലാം ക്രിസ്തു നിമിത്തം എന്ന് ചിന്തിച്ചാൽ നമുക്ക് നഷ്ടങ്ങൾ, നമുക്ക് കഷ്ടങ്ങൾ, നമുക്ക് വിഷമങ്ങൾ, നമ്മുടെ വേർപാടുകൾ ഒക്കെ നമുക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നത് ഈ നമ്മുടെ ശരീരം ക്രിസ്തുവിനായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നാം നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക. അടുത്തത് നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഭാവം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത്, നമ്മൾ ഇതിന് ഈ പ്രായോഗികമായ വശങ്ങളാണ് ഈ റോമാലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. തിയോളജി ഓഫ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങളുടെ ദൈവശാസ്ത്രം എന്നാണ് നമുക്ക് വേണമെങ്കിൽ ഇതിന് പേരിടാവുന്നത്. 7 ഭാഗങ്ങളായിട്ട് നമുക്കിതിനെ തിരിച്ചു പഠിക്കാനായിട്ട് സാധിക്കും. 1, നിങ്ങളും നിങ്ങളുടെ ദൈവവും. 2, നിങ്ങളും തന്നെ. 3, നിങ്ങളും നിങ്ങളുടെ സഭയും. 4, നിങ്ങളും നിങ്ങളുടെ ശുശ്രൂഷകളും. 5, നിങ്ങളും അധികാരങ്ങൾ, അല്ലെങ്കിൽ 7, നിങ്ങളും നികുതിയും അഥവാ സമൂഹവും. ഈ നിലയിൽ നമുക്കത് തുടർന്ന് പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.